നീ എങ്ങോട്ടാ? ഞാൻ ഒന്ന് പോസ്റ്റ് ഓഫീസർ ഇതൊന്നും അയക്കാൻ. 9ാമത്തെ കവിത പോസ്റ്റ് ചെയ്യാനായിരിക്കും അല്ലേ? നിനക്ക് വേറെ പണിയില്ലടാ. നിന്നെ ഞാൻ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പിന്നെ മറ്റേ മൂദേവി അവിടെ ഉള്ളതുകൊണ്ടാ വൈകുന്നേരം കാണാൻ വിചാരിച്ചു. എന്താ കാര്യം? നമ്മുടെ മറ്റേ പഴയ പ്രസന്നൻ ചേട്ടൻ ഓർമ്മ ഉണ്ടോ? നമ്മുടെ ചിട്ടിയൊക്കെ നടത്തി പൊട്ടിപ്പോയ പ്രസന്നേട്ടൻ. ആ, ഇപ്പം പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. പുള്ളി ഇപ്പം നാട്ടിലുണ്ട്. പുള്ളിക്ക് 2 പെൺകുട്ടികളാണെന്നറിയാലോ. അതിൽ മൂത്ത പെൺകുട്ടി കുറച്ച് അസുഖക്കാരിയാണ്. നീ അത് വിട്. രണ്ടാമത്തെ കുട്ടിക്ക് അവർ കല്യാണം ആലോചിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ കാര്യമൊന്ന് സൂചിപ്പിച്ച്. അവർക്ക് പ്രായമൊന്നൊരു പ്രശ്നമല്ല. നമുക്ക് പോയി ഒന്ന് കണ്ടാലോ? നിനക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ. എനിക്കെന്ത് കുഴപ്പം? ഞാനോക്കെ. ആ, ഞാൻ പെൺകുട്ടിയെ കണ്ട്. കൊള്ളാം, തിരക്കിടില്ല. അപ്പോൾ നമുക്കൊന്ന് പോവാം. എപ്പോൾ? നാളെ പോ. ആയിക്കോട്ടെ. ആ ബാബുളിയാ. ഞാൻ ആ, ഞാൻ അങ്ങോട്ട് വരാം. ഓ ഇല്ലല്ലേ, ഞാൻ കയ്യിൽ കാശൊന്നും കൊടുത്തില്ല. ശരി ശരി. ഒരു 50 രൂപ സിഗരറ്റ് വാങ്ങി. ഞാനും നിന്നെ പോലെ പൈസ നടത്തില്ലടാ. നീ പോസ്റ്റ് ഓഫീസിൽ പോകണില്ലേ? ഇല്ല, നമ്മൾ പൊതുവെ പെണ്ണാണാൻ പോകുന്ന വഴിക്കല്ലേ പോസ്റ്റ് ചെയ്യാറ്. നാളെ ഒരു നല്ല ദിവസമായി കണ്ട് നാളെ പോസ്റ്റ് ചെയ്യാം. ആയിക്കോട്ടെ, നാളെ കാണാം. ടൂള് തീർന്ന ഒറ്റ തുടങ്ങി. ഇതൊന്ന് പോസ്റ്റേ കൊണ്ടാ കല്യാണം നടക്കും. കൊണ്ടില്ലല്ലോ. വിട്. പോസ്റ്റേ കൊണ്ടില്ലെങ്കിൽ കല്യാണം നടക്കും. കാണാം. പിടിച്ചോ. കൊണ്ട് ഓരോരോ അന്ധവിശ്വാസങ്ങൾ. ഇത് പോസ്റ്റ് ചെയ്തില്ലേ? ഇല്ല, ഇടയ്ക്ക് വെച്ച് മണീനെ കണ്ടു. നാളെ ആകുമ്പോൾ ഒരു പെണ്ണാണല്ലേ, അപ്പോൾ പോണ വഴിക്ക് ഇടാന്ന് കരുതി. വേണമെങ്കിൽ ഞാൻ പോണ വഴിക്ക് പോസ്റ്റ് ചെയ്യാം. നാളെ ആകുമ്പോൾ ഡേറ്റും കറക്റ്റാ. നാളെ ഇട്ടാൽ മതി. അല്ല ഏട്ടാ, എന്താ കല്യാണം കഴിക്കാൻ എത്ര വൈകിയേ? മനഃപൂർവ്വം ആരും വഹിക്കില്ലല്ലോ, ഓരോരോ സാഹചര്യം. അതെ, അതെന്താന്നാ ചോദിച്ചേ. എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും ഉണ്ടായിരുന്നു ആഗ്രഹങ്ങൾ. ഒരു 25 വയസ്സ് വരെ നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിരുന്നു ആഗ്രഹം. 30 അടുക്കാറായി കഴിഞ്ഞപ്പോൾ ഭംഗി കുറച്ച് കുറഞ്ഞാലും വേണ്ടില്ല, സ്വഭാവ ഗുണമുള്ള കുട്ടിയെ വേണമെന്നായി. 30 കഴിഞ്ഞോടുകൂടി ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ മതി എന്നായി. ഓരോടത്ത് ചെല്ലുമ്പോൾ ഓരോ പ്രശ്നങ്ങളാണ്. പിന്നെ അച്ഛന് സുഖമില്ലാത്തൊരു വീട്ടിലേക്ക് സ്വന്തം പെൺകുട്ടികളെ അയക്കാൻ എല്ലാവർക്കും ഉണ്ടാവില്ല ഓരോ ബുദ്ധിമുട്ട്. ഇതിനൊക്കെ പുറമുള്ളൊരു പരാമർശം ഞാനൊരു പഴഞ്ചനാന്നാ. ശരിക്കും പറഞ്ഞ ഞാനൊരു പഴഞ്ചനാണോ?